ഒരാൾ ലോട്ടറി സിസ്റ്റത്തിലെ ഒരു പഴുത് കണ്ടെത്തി. അയാൾ ഉടൻ തന്നെ ഒരു പേനയും പേപ്പറും എടുത്ത് കണക്കുകൂട്ടാൻ തുടങ്ങി. അക്കങ്ങളുമായുള്ള കഠിനമായ പോരാട്ടത്തിനൊടുവിൽ ലാഭമുണ്ടാക്കണമെങ്കിൽ ഒരാൾ കുറഞ്ഞത് 800-ലധികം ടിക്കറ്റുകൾ വാങ്ങണമെന്ന് അയാൾ നിഗമനത്തിലെത്തി. തന്റെ കണക്കുകൂട്ടലുകൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ അയാൾ ബാങ്കിൽ നിന്ന് തന്റെ അരവർഷത്തെ സമ്പാദ്യം പിൻവലിച്ച് ഒരു ലോട്ടറി ഷോപ്പിൽ പോയി 2000 ടിക്കറ്റുകൾ വാങ്ങി. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം അയാൾ വിജയിച്ച നമ്പറുകൾ ശ്രദ്ധാപൂർവം രേഖപ്പെടുത്തുകയും ഓരോ ടിക്കറ്റും ഒന്നൊന്നായി പരിശോധിക്കുകയും ചെയ്തു. സമ്മാനത്തുക മൊത്തമായി കൂട്ടി ടിക്കറ്റിന്റെ വില കുറച്ചപ്പോൾ അയാൾക്ക് $327 നഷ്ടമായതായി കണ്ടു. തന്റെ കണക്കുകൂട്ടൽ തെറ്റിയതാണോ എന്ന് അയാൾ സംശയിച്ചു. വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ അയാൾ ലോട്ടറി നിയമങ്ങൾ വീണ്ടും പരിശോധിച്ച് കൂടുതൽ കൃത്യമായ കണക്കുകൂട്ടൽ നടത്തി. എന്നാൽ ഫലം പഴയത് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് പണം നഷ്ടപ്പെട്ടതെന്നതിന് ഒരേയൊരു വിശദീകരണമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ വാങ്ങിയ ടിക്കറ്റുകൾ തികയാഞ്ഞതാണ്. അയാൾ തന്റെ 2 വർഷത്തെ സമ്പാദ്യമെടുത്ത് ഒട്ടും മടിക്കാതെ 8000 ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങി. കടയിലെ ക്ലർക്കിന് അയാൾക്ക് വട്ടാണെന്ന് തോന്നിയെങ്കിലും മണിക്കൂറുകളെടുത്തു അവ പ്രിന്റ് ചെയ്ത് നൽകി. ഇത്തവണ ടിക്കറ്റുകൾ പരിശോധിച്ചപ്പോൾ അയാൾക്ക് $15700 ലാഭം ലഭിച്ചു. തന്റെ രീതി ശരിയാണെന്ന് അയാൾക്ക് ബോധ്യമായി. അയാൾ ഇതേ തന്ത്രം ഉപയോഗിച്ച് ലോട്ടറി വാങ്ങുന്നത് തുടർന്നു. ഭാര്യ അറിയാതിരിക്കാൻ അയാൾ ഈ പണം വീടിന്റെ പല കോണുകളിലായി ഒളിപ്പിച്ചു വെച്ചു. എന്നാൽ പണം കുന്നുകൂടിയപ്പോൾ ഭാര്യ ആ രഹസ്യം കണ്ടെത്തി. ലോട്ടറിയിലെ ഒരു പിഴവ് ഉപയോഗിച്ചാണ് ഈ പണം ഉണ്ടാക്കിയതെന്ന് അയാൾ അവളോട് വിശദീകരിച്ചു. അവൾ വഴക്ക് പറയുമെന്ന് അയാൾ കരുതിയെങ്കിലും എന്തുകൊണ്ട് ഇത് തന്നോട് നേരത്തെ പറഞ്ഞില്ല എന്നായിരുന്നു അവളുടെ പരാതി. ദമ്പതികൾ ഉടൻ തന്നെ ഒരു വലിയ നീക്കം നടത്താൻ തീരുമാനിച്ചു. അടുത്ത ദിവസം അവർ തങ്ങളുടെ സമ്പാദ്യമെല്ലാം ഉപയോഗിച്ച് 60000 ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങാൻ തയ്യാറായി. ക്ലർക്ക് അമ്പരന്നുപോയി. ഇത്രയും ടിക്കറ്റുകൾ പ്രിന്റ് ചെയ്യാൻ ഒരു ദിവസം മുഴുവൻ വേണമായിരുന്നു. അതിനാൽ ആ ദമ്പതികൾക്ക് തന്നെ പ്രിന്റിംഗിൽ സഹായിക്കേണ്ടി വന്നു. അവർ പെട്ടിപ്പെട്ടിയായി ടിക്കറ്റുകൾ വീട്ടിലെത്തിച്ചു. സ്റ്റോറേജ് റൂം മുഴുവൻ ടിക്കറ്റുകൾ കൊണ്ട് നിറഞ്ഞു. 3 ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം അവർക്ക് അമ്പരപ്പിക്കുന്ന $5 മില്യൺ ലാഭം ലഭിച്ചു. ഇത്തവണ ലാഭം വളരെ വലുതായതുകൊണ്ട് മറ്റുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ അവർ വിവിധ സ്ഥലങ്ങളിൽ പോയി ടിക്കറ്റുകൾ വാങ്ങാൻ തുടങ്ങി. ഈ ചക്രം അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഥ ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്.